കൃത്യം 48 വർഷം മുൻപാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വെറുമൊരു പരാമർശത്തിന്റെ പേരിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ രാജിവെച്ചത്. കോഴിക്കോട് REC വിദ്യാർത്ഥിയായിരുന്ന പി രാജനെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്തതിനെതിരെ പിതാവ് പ്രൊഫസർ TV ഈശ്വരവാര്യർ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയായിരുന്നു നിമിത്തമായത്. നമസ്കാരം. ഇൻസൈഡറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിജിലൻസ് കോടതിയിൽ നിന്ന് അതിരൂക്ഷമായ വിധി പരാമർശങ്ങൾ വന്നിട്ടും രാജി ആവശ്യപ്പെട്ട് ഒരു പ്രക്ഷോഭം പോലും നടത്താൻ ത്രാണിയില്ലാതെ പ്രതിപക്ഷം കിതയ്ക്കുകയാണ്. മുൻകാലങ്ങളിൽ കോടതികളിൽ നിന്ന് വെറും ദുർബലമായ പരാമർശങ്ങളുടെ പേരിൽ കടുത്ത സമരങ്ങൾ നടത്തി മന്ത്രിമാരെ രാജിവെപ്പിച്ച നാടാണ് കേരളം. 1977 രാജൻ കേസിൽ ഹൈക്കോടതിയുടെ നിസ്സാര പരാമർശത്തിൻ്റെ പേരിൽ അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനും ബാർക്കോഴ കേസിൽ 2015 നവംബറിൽ സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണം എന്ന ഹൈക്കോടതി പരാമർശത്തിന്റെ പേരിൽ മുൻ ധനമന്ത്രി KM മാണിയും രാജിവെച്ച് പുറത്തുപോയ ചരിത്രം കേരള രാഷ്ട്രീയത്തിനുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണ കേസിൽ എക്സൈസ് കമ്മീഷണർ ADGP MR അജിത് കുമാറിന് നൽകിയ ക്ലീൻ ചിറ്റ് പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയിരുന്നു. മുഖ്യമന്ത്രിക്ക് വിജിലൻസ് റിപ്പോർട്ട് എങ്ങനെ അംഗീകരിക്കാനാവും? വിജിലൻസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണെങ്കിലും അത് ഭരണപരമായ കാര്യങ്ങൾക്ക് മാത്രമാണെന്നാണ് വിധിന്യായത്തിൽ കോടതി പറഞ്ഞത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുള്ള അന്വേഷണത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് റോളില്ല. ADGPയെ രക്ഷിച്ചെടുക്കാൻ അദൃശ്യ ശക്തികൾ പ്രവർത്തിച്ചു എന്ന കോടതി നിരീക്ഷണം മുഖ്യമന്ത്രിക്ക് നേരെയുള്ള വിരൽ ചൂണ്ടലായിട്ട് പോലും പ്രതിപക്ഷം വെറും അഴകുഴമ്പൻ പ്രസ്താവന ഇറക്കി തടി തപ്പുന്ന കാഴ്ചയാണ് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി പോലും വേണ്ട വിധത്തിൽ ആവശ്യപ്പെടാനോ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം കൊടുക്കാനോ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല. കോടതി പരാമർശങ്ങളുടെ പേരിൽ ധാർമ്മികത ഉയർത്തി രാജിവെക്കില്ലെന്ന നിലപാടിലാണ് ഇടതുപക്ഷം. അത്തരം ധാർമ്മികതകൾ തങ്ങൾക്ക് ബാധകമല്ലെന്നാണ് പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് രീതി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിജിലൻസ് കോടതിയുടെ നേരിട്ടുള്ള പരാമർശങ്ങൾ വന്നിട്ടും എവിടെ പോയി CPMന്റെ രാഷ്ട്രീയ ധാർമ്മികത എന്നാണ് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത്. കെ കരുണാകരനും KM മാണിയും കാട്ടിയ മാതൃക പിണറായിക്ക് ബാധകമല്ലേ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്ന ചോദ്യം. കോഴിക്കോട് REC വിദ്യാർത്ഥിയായിരുന്ന പി രാജനെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്തതിനെതിരെ പിതാവ് പ്രൊഫസർ TV ഈശ്വരവാര്യർ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയെ തുടർന്ന് 48 വർഷം മുമ്പാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വെറുമൊരു പരാമർശത്തിന്റെ പേരിൽ അന്നത്തെ മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ രാജിവെച്ചത്. കേസിന്റെ വാദത്തിനിടെയാണ് കെ കരുണാകരൻ കള്ളൻ പറഞ്ഞു എന്ന് മറ്റുള്ളൊരു പരാമർശം കോടതിയിൽ നിന്നുണ്ടായത്. ആഭ്യന്തരമന്ത്രിയായിരിക്കെ കെ കരുണാകരൻ നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ വാദി ഉന്നയിച്ച ആരോപണത്തിന് നേരായ മറുപടിയല്ല ആഭ്യന്തരമന്ത്രി നൽകിയതെന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്നതായിരുന്നു കരുണാകരന്റെ കസാര തെറിപ്പിച്ച പരാമർശം. മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റതിൻ്റെ 30ാമത്തെ ദിവസം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഈ കോടതി പരാമർശത്തിന്റെ പേരിൽ കെ കരുണാകരന്റെ രാജി ആവശ്യപ്പെട്ട പാർട്ടിയാണ് CPM. ജസ്റ്റിസുമാരായ P സുബ്രഹ്മണ്യം പോറ്റിയും ഖാലിദും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് 1977 ഏപ്രിൽ 13-നാണ് ഈ വിധി പരാമർശം നടത്തിയത്. ഇതിൻ്റെ പേരിലാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത്. കേസിൽ കരുണാകരന് നേരിട്ട് പങ്കാളിത്തമുണ്ടെന്നോ പോലീസിന്റെ നീതി നിർവഹണത്തിൽ തെറ്റായ മാർഗത്തിലൂടെ ഇടപെട്ടെന്നോ സ്വജനപക്ഷപാതം കാട്ടിയെന്നോ സത്യപ്രതിജ്ഞാലംഘനം നടത്തിയെന്നോ ഒന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തിയില്ല. എന്നിട്ടും ഉന്നതമായ രാഷ്ട്രീയ മൂല്യങ്ങളുടെ പേരിലാണ് അദ്ദേഹം പദവി ഒഴിഞ്ഞത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് പൂട്ടിയ ബാറുകൾ തുറക്കാൻ ധനമന്ത്രിയായിരുന്ന KM മാണി 5 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന ബാർ ഉടമ ബിജു രമേശിന്റെ പരാതിയിലാണ് KM മാണിക്കെതിരെ ഹൈക്കോടതി പരാമർശങ്ങൾ നടത്തിയത്. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം, നീതി നടപ്പായാൽ മാത്രം പോരാ, നടപ്പായതായി ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. ഇത് ജുഡീഷ്യറിക്ക് മാത്രമല്ല രാഷ്ട്രത്തിന്റെ മറ്റ് 2 സ്തൂപങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. പ്രതിയായ മന്ത്രി തലസ്ഥാനത്ത് തുടരുമ്പോൾ ശരിയായ അന്വേഷണം നടക്കില്ലെന്ന് സാധാരണ ജനങ്ങൾ കരുതും എന്നതായിരുന്നു ബാർക്കോഴ കേസിൽ ജസ്റ്റിസ് കമാൽ പാഷയുടെ വിധി പ്രസ്താവത്തിലെ പരാമർശങ്ങൾ. ഈ പരാമർശങ്ങളുടെ പേരിലാണ് KM മാണിക്ക് മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് KM മാണി ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുമെന്ന് ഹൈക്കോടതി പരാമർശിച്ച സാഹചര്യത്തിൽ മാണി രാജിവെച്ചൊഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെടുകയും വലിയ സമര കോലാഹലം CPM നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തു. ബജറ്റ് ദിനത്തിൽ നിയമസഭ തല്ലിപ്പൊളിക്കുകയും സ്പീക്കറുടെ കസേര വലിച്ചെറിയുകയും ചെയ്യുന്ന തലത്തിലുള്ള പ്രതിഷേധം വളർന്നു. പിന്നാലെ മാണി രാജിവെച്ചു. ഭരണത്തിൽ കയറിയപ്പോൾ CPM ഇതെല്ലാം സൗകര്യപൂർവ്വം മറന്നിരിക്കുകയാണ്. ഓർമ്മിപ്പിക്കാൻ പ്രതിപക്ഷം മെനക്കെടുന്നുമില്ല.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 8 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന കോടതി പരാമർശങ്ങൾ വന്നിട്ട് പോലും സമരപരമ്പരയ്ക്ക് തുടക്കം കുറിക്കാനുള്ള അവസരം മുതലെടുക്കാതെ പകച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. കോൺഗ്രസിനുള്ളിലാകട്ടെ ഗ്രൂപ്പ് തർക്കവും അതോടൊപ്പം നേതാക്കളെ എവിടെ പ്രതിഷ്ഠിക്കണമെന്നുള്ള ആലോചനകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നേതാവിനും എത്ര ഗ്രൂപ്പ് നേതാക്കളെ വേണം, അല്ലെങ്കിൽ KPCCയിലും DCCയിലും തങ്ങളുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള തിരക്കിലാണവർ. ജനങ്ങളുടെ പ്രശ്നങ്ങളെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതല്ലെങ്കിൽ ജനകീയ പ്രശ്നങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്ന രീതിയിലാണ് പ്രതിപക്ഷത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗിന് പോലും മറ്റൊരു താല്പര്യമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. LDFനെ താഴെ ഇറക്കാൻ ഇവർക്കാർക്കും താല്പര്യമില്ല. ഇവിടെയാണ് PV അൻവർ പറഞ്ഞു വെച്ചതുപോലെയുള്ള വലിയ ഒരു സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നു എന്നുള്ള ചർച്ചകളും ആലോചനകളും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. ഈ അച്ചുതണ്ട് ശക്തികളെ എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ സംരക്ഷിക്കേണ്ട എന്നുള്ള കാര്യത്തിലെല്ലാം ജനങ്ങൾ വലിയ തോതിൽ ആശങ്കയിലാണ് എന്നാണ് രാഷ്ട്രീയക്കാരുടെ വിചാരം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജനങ്ങൾ ഇന്നേ തീരുമാനിച്ചു ആർക്ക് വോട്ട് ചെയ്യണം, ആരെ വിജയിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ. നിങ്ങൾ കാണിക്കുന്ന കെട്ടുന്ന അല്ലെങ്കിൽ നാടകങ്ങൾക്കും പൊറോട്ട നാടകങ്ങൾക്കും പിന്നാലെ പോകാനല്ല ജനമുള്ളത്. അവർ കൃത്യമായ വിവരത്തോടു കൂടി കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുന്ന സാഹചര്യത്തിലാണ് വർത്തമാനകാലം കടന്നു പോകുന്നത്. ഈ ഘട്ടത്തിൽ ഇത്തരം നാടകങ്ങൾ നടത്തിയോ ഉമ്മാക്കി കാണിച്ചോ എങ്ങനെയെങ്കിലും കൂടെ നടന്ന് കുറച്ച് വോട്ടുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമമെങ്കിലും പ്രതിപക്ഷം എന്ന രീതിയിൽ നടത്തിയില്ല എങ്കിൽ നാളെ വീണ്ടും കേന്ദ്രത്തിലെ അവസ്ഥയിലേക്ക് എത്തുമെന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്.